വിശ്വപിതാവിന്റെ സന്നിധിയിലേക്ക് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, പിതാവേ, അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ സമയവും കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന വിശ്വാസം നമുക്ക് എത്ര പേർക്കുണ്ട്? ഇത് യേശുവിന്റെ വിശ്വാസം. ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ മാറിയിട്ടില്ല, അവിടെ കിടക്കുക. ദുർഗന്ധം വമിച്ചുകൊണ്ട് തന്നെ ലാസർ കല്ലറക്കുള്ളിൽ കിടക്കുക. പക്ഷേ കർത്താവ് പ്രാർത്ഥിച്ചു. ഈ അനുഭവത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ചത് ഇങ്ങനെയാ, പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവേ, അങ്ങന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. അങ്ങന്റെ പ്രാർത്ഥന കേട്ടതിനായി ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന കേട്ടതിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പലതരത്തിൽ പറഞ്ഞ, കർത്താവേ, അങ്ങന്റെ പ്രാർത്ഥന കേട്ടതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. ഹല്ലേലൂയ. ഇതാരുടെ പ്രാർത്ഥനയായിരുന്നു? യേശുവിന്റെ പ്രാർത്ഥനയായിരുന്നു. ഈ വിശ്വാസത്തോടെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പറ, പോരട്ടെ. അല്ല, നമ്മളിപ്പോഴും തരണമേ കർത്താവേ, തരണമേ, തരണമേ, ജോലി തരണമേ, വിവാഹം തരണമേ, കുഞ്ഞുങ്ങളെ തരണമേ, പിന്നെ എന്നൊക്കെ വേണ്ടത്, സമ്പത്ത് തരണമേ, സമാധാനം തരണം, എല്ലാം തന്നു എന്ന് വിശ്വസിക്ക്. 53:5 അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്നാ പറയുന്നത്. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രാപിക്കുമായിരിക്കും, പ്രാപിക്കോ എന്നൊന്നുമല്ല. അവന്റെ മുറിവിനാൽ, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചവരാണ്. അതിനോർത്ത് നന്ദി പറയുകയോ ചെയ്യുന്നത്. ഈ നന്ദി പറയുന്നിടത്ത്, ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നിടത്ത്, ലാസറിന്റെ കല്ലറയ്ക്കുള്ളിൽ നിന്നും ചീഞ്ഞളിഞ്ഞ ലാസറിനെ പുറത്തേക്ക് കൊണ്ടുവന്ന സർവശക്തനായ ദൈവം ഉണ്ടല്ലോ, നമ്മുടെയും ജീവിതത്തിന്റെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ശക്തിയുള്ളവരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസം മുൻകൂട്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നിടത്ത് കർത്താവ് അത്ഭുതം ചെയ്യും. അത് ദൈവഹിതമാണെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കും. അതിനധിക സമയം വേണ്ട, കാരണം കർത്താവ് കാൽവരിയിൽ ചെയ്ത് കഴിഞ്ഞതാണ്. എനിക്കുള്ള സൗഖ്യം കർത്താവ് അവന്റെ ശരീരത്തിൽ പൂർത്തിയാക്കിയതാണ്. അതുകൊണ്ടാണ് 53:5 പറയുന്നത്, അവന്റെ ക്ഷതങ്ങളിൽ, അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത ഓരോ അടിപ്പിണരും എനിക്ക് സൗഖ്യം നൽകിയെന്ന്.